السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. ഇസ്ലാമിക ചരിത്ര താളുകളിൽ എക്കാലം വിസ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്നുള്ളത്. ഹിജ്റ 532, ക്രിസ്താബ്ദം 1137 ഇറാഖിലെ തഖരീദ് കോട്ടയിലാണ് സലാഹുദ്ദീൻ അയ്യൂബി ജനിക്കുന്നത്. അന്നേരം ആ കോട്ടയുടെ അധിപനായിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ്. ഗസാലി ഇമാമിന്റെ ശിക്ഷണത്തിലും അവിടുത്തെ ദീനി ദഅവത്തിലും വളർന്നു വന്ന ഒരാളായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ ദീനി ചിട്ടകളും ദീനി നിയമങ്ങളും കണ്ട് സ്ഥാനപ്പേര് ലഭിച്ചതാണ് നജ്മുദ്ദീൻ എന്നുള്ളത്. അയ്യൂബ് ബിൻ ഷാ എന്നാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിതാവിന്റെ യഥാർത്ഥ പേര്. കുർദ് വംശജനായിരുന്നു. അദ്ദേഹം യുദ്ധങ്ങളെയും അതുപോലെ തന്നെ പ്രതികാരങ്ങളെയും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും ശിക്ഷണം സ്വീകരിച്ച് വളർന്നു വന്ന ഒരാളാണ് സലാഹുദ്ദീൻ അയ്യൂബി. പിതാവിൻ്റെയും അമ്മാവൻ്റെയും അടുക്കലിൽ നിന്ന് ചെറുപ്പത്തിൽ നിന്ന് തന്നെ ദീനി ബോധങ്ങളും അതേപോലെ തന്നെ യുദ്ധത്തിനുള്ള കോട്ടയിൽ തന്നെ വളർന്നതുകൊണ്ട് യോദ്ധാവിനുള്ള എല്ലാ പരിശീലനവും അദ്ദേഹത്തിന് പിതാവിൽ നിന്നും അമ്മാവനിൽ നിന്നും തന്നെ ലഭിച്ചിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രങ്ങളിൽ എക്കാലവും പ്രസിദ്ധമായ ഒന്നാണ് കുരിശ് യുദ്ധം. ആ കുരിശ് യുദ്ധത്തിൽ ഹിത്തീൻ യുദ്ധം അഥവാ രണ്ടാം കുരിശ് യുദ്ധം എന്നറിയപ്പെടുന്ന ഹിത്തീൻ യുദ്ധം ഉണ്ടായത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്താണ്. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾക്ക് കീഴടക്കാൻ പറ്റാത്ത ഖുദ്സ് ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നു. ക്രിസ്ത്യാനികൾ ബലമായി കീഴടക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് ഖുദ്സ് കീഴടക്കിയത്. അങ്ങനെ ആ ഖുദ്സിനെ മോചിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി സലാഹുദ്ദീൻ അയ്യൂബി വെറും 12,000-ഓളം വരുന്ന പടയാളികളുമായി അവിടുന്ന് പുറപ്പെടുകയാണ്. മറുപക്ഷത്ത് നിന്നും ഈ സലാഹുദ്ദീൻ അയ്യൂബിയും സംഘവും വരുന്നുണ്ടെന്നറിഞ്ഞ് 63,000-ഓളം കുരിശു പോരാളികളെ അവിടെ അണിയൊരുക്കുകയാണ്. അങ്ങനെ ഹിജ്റ 583 റജബ് 24 വെള്ളിയാഴ്ച ക്രിസ്താബ്ദം 1087 ജൂലൈയിൽ അവിടെ യുദ്ധം തുടങ്ങുകയാണ്. 2 ദിവസത്തോളം യുദ്ധം തുടർന്നു. ആദ്യമായി മുസ്ലിങ്ങൾ ചെയ്തത് ശത്രുക്കളെ മുഴുവനും വളഞ്ഞ് അവിടെ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ശത്രുക്കൾ പരിഭ്രാന്തിയാവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ മുസ്ലിങ്ങൾ നുയഞ്ഞു കയറിക്കൊണ്ട് ഓരോരുത്തരെയായി ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഖുദ്സ് മുഴുവനായി മോചിപ്പിച്ചു. പക്ഷെങ്കിൽ ആ ക്രിസ്ത്യാനികളുടെ നേതാവും അവർക്ക് കാവലായി നിന്ന ആളുകളും മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഖുദ്സ് അവിടുന്ന് മോചിപ്പിക്കുകയുണ്ടായി. അവിടെ ഒരു കൂടാരം നിർമ്മിച്ച് അന്ന് രാത്രി തന്നെ അവിടെ ഒരു കൂടാരം നിർമ്മിച്ച് രാവിലത്തോളം ഇബാദത്ത് ചെയ്ത് പിറ്റേന്ന് അസ്കലാനിലേക്ക് പോയി. അവിടെയും യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി പുറപ്പെട്ടത്. അങ്ങനെ അസ്കലാനിലേക്ക് പോയി 2 മാസത്തിനുള്ളിൽ അക്കായും നാസിറയും ഹൈഫായും നാക്കൂസും യാഫയും ബൈറൂത്തും ബത്ലഹേമും റംലയും അങ്ങനെ മറ്റു മുഴുവൻ പ്രദേശങ്ങളും സലാഹുദ്ദീൻ അയ്യൂബി കീഴടക്കുകയുണ്ടായി. വെറും 12,000-ഓളം വരുന്ന സൈനികരെ കൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത്. ഇതൊക്കെ നടന്നെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് അത് ക്രിസ്ത്യാനികളുടെ കയ്യിൽ തന്നെയായിരുന്നു. അതിന് വൻ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ക്രിസ്ത്യാനികൾ അതിൻ്റെ ഒരു പക്ഷത്ത് യുദ്ധത്തിനുള്ള മൃഗങ്ങളുടെ ആലയായും മറ്റൊരു പക്ഷത്ത് ആയുധങ്ങൾ വെക്കാനായും അതിൻ്റെ മുൻവശത്ത് ശത്രു സൈന്യം താമസിക്കുന്ന രീതിയിലുമൊക്കെ അതിനെ മലിനമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബിയും സംഘവും ഈ ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും തിരിച്ചു പോവുകയാണ്. അങ്ങനെ
ഇവ ബൈത്തുൽ മുഖദ്ദസ് ആദ്യം കീഴടക്കാതിരിക്കാൻ കാരണം അവർക്ക് യൂറോപ്പിൽ നിന്നും സഹായം എത്തിക്കൊണ്ടിരുന്നു. ആദ്യം സലാഹുദ്ദീൻ അയ്യൂബ് ചെയ്തത് തൻ്റെ സൈന്യത്തിൽ നിന്നും പകുതിയോളം സൈന്യത്തെ ഇവർക്ക് വരുന്ന സഹായം തടയാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ഇവർക്ക് വരുന്ന സഹായം സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ പകുതിയോളം സൈന്യത്തെ കൊണ്ട് ചെയ്തു. ബാക്കി സൈന്യവുമായി ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെട്ട വിവരം അറിഞ്ഞ് അവിടുന്ന് 60,000-ഓളം കുരിശു പോരാളികൾ അവർ കാവൽ ഭടന്മാരായി നിർത്തിയിരുന്നു. ക്രിസ്താബ്ദം 1187 സെപ്റ്റംബർ 20 അഥവാ ഹിജ്റ 585 റജബിന്റെ മധ്യത്തിലാണ് ഖുദ്സ് മോചിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത്. അങ്ങനെ ആദ്യം മുസ്ലിം ചെയ്തത്, സലാഹുദ്ദീൻ അയ്യൂബ് ചെയ്തത്, ആദ്യം തന്നെ അവിടെ ഒരു പ്രതിരോധം ഏർപ്പെടുത്തി. ക്രിസ്ത്യാനികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ മൊത്തം പ്രതിരോധം ഏർപ്പെടുത്തി. മിൻജനിക് എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത്. അതെന്താണെന്ന് വെച്ചാൽ കല്ലുകളും അതേപോലെ തന്നെ തീകളും ഒക്കെ ഉപയോഗിച്ച് മതിലുകളും പട്ടണങ്ങളും നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിരുന്നു, യുദ്ധതന്ത്രമായിരുന്നു മിൻജനിക് എന്ന്. അങ്ങനെ ആ ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റുമുള്ള മതിലുകൾ മുഴുവനായും ഈ മിൻജനിക് തന്ത്രം ഉപയോഗിച്ച് സലാഹുദ്ദീൻ അയ്യൂബിയും സംഘവും തകർത്തു. ഈ മതിലുകൾ ഇളകിയതോടെ ശത്രുക്കളുടെ നില തന്നെ അടിത്തറ തെറ്റിയതുപോലെയായി. അങ്ങനെ ശത്രുക്കൾ ബൈത്തുൽ മുഖദ്ദസിന് പുറത്തു വരുന്നതിനനുസരിച്ച് ഈ മതിലുകൾ പൊട്ടിച്ചത് കൊണ്ട് ഇവിടെ നിന്നും അമ്പുകൾ നെയ്തുകൊണ്ടേയിരുന്നു. ശത്രുപക്ഷത്ത് നിന്ന് ആളുകൾക്ക് നേരെ നിന്ന് അമ്പ് നെയ്യാനുള്ള സമയം പോലും കൊടുത്തില്ല. സലാഹുദ്ദീൻ അയ്യൂബിയും സംഘവും അമ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ശത്രുക്കൾ അവസാനം അവിടുത്തെ ശത്രു നേതാവ് 2 തവണ അവർക്ക് ഉറപ്പായി സലാഹുദ്ദീൻ അയ്യൂബിയെ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ 2 തവണ സന്ധിക്ക് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി ആദ്യം നിരസിച്ചു, പിന്നെയും വന്നു, ഒരുപാട് ഭീഷണികളൊക്കെ മുഴക്കി. പക്ഷെ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു, നിങ്ങൾ ഭീഷണിക്കല്ല, സമാധാനമായ ചർച്ചയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സന്ധിയിൽ ഏർപ്പെട്ടു. ഖുദ്സ് മുസ്ലിങ്ങൾക്ക്, ആ സന്ധിയുടെ കരാർ ഇങ്ങനെയായിരുന്നു, ഖുദ്സ് മുസ്ലിങ്ങൾക്ക് ശത്രുക്കൾ ക്രിസ്ത്യാനികൾ മുഴുവനും ആയുധം എടുക്കാതെ ഖുദ്സിൽ നിന്നും പോകണം. അതുപോലെ തന്നെ 1 ദീനാർ മുസ്ലിങ്ങൾക്ക് വീതം നൽകണം. ഇങ്ങനെയായിരുന്നു കരാറ്. അങ്ങനെ പറ്റുന്നവരൊക്കെ 1 ദീനാർ കൊടുത്ത് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ഒരുപാട് വൃദ്ധന്മാരും ദരിദ്രരും വന്ന് സലാഹുദ്ദീൻ അയ്യൂബിയോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കരാറനുസരിച്ച് 1 ദീനാർ കൊടുക്കാൻ കഴിയാത്തവർ അവരുടെ അടിമയായി അവിടെ നിൽക്കണമായിരുന്നു. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബിയോട് കേണപേക്ഷിച്ചപ്പോൾ ഭരണാധികാരികളിൽ ഏറ്റവും ദയനീയതയുള്ള സലാഹുദ്ദീൻ അയ്യൂബി, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഭൂഖണ്ഡത്തിന്റെ പകുതിയോളം അധീനതയിലുണ്ടായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി വഫാത്താകുന്ന സമയത്ത് വെറും 1 ദീനാറും 40 ദിർഹമും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു ഭൂഖണ്ഡത്തിന്റെ പകുതിയോളം സലാഹുദ്ദീൻ അയ്യൂബിയുടെ സാമ്രാജ്യത്തിലുണ്ടായിട്ടും ആകെ കൈവശമുണ്ടായിരുന്നത് 1 ദീനാറും 40 ദിർഹമും മാത്രമാണ്. അത്രത്തോളം തൻ്റെ സമ്പത്ത് മുഴുവനും ദരിദ്രർക്ക് ചെലവാക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് ഇവർ കീഴടക്കുന്ന സമയത്ത് 1 ലക്ഷത്തോളം ആളുകൾ കൂട്ടനിർത്തി ക്രിസ്ത്യാനികളുടെ നേതാവ് അവരെ കൂട്ടക്കൊല ചെയ്തു, അറുത്തു. അതിനൊരു യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. എത്രത്തോളം എന്ന് വെച്ചാൽ മുട്ടോളം രക്തങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. ഇന്ന് ഗസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അന്ന് ക്രിസ്ത്യാനികൾ ഖുദ്സ് 2ാം കുരിശ് യുദ്ധത്തിന് കാരണമായ ഖുദ്സ് കീഴടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് പ്രതികാരമല്ല സലാഹുദ്ദീൻ അയ്യൂബ് ചെയ്തത്. അവർക്കൊക്കെ വിട്ടുവീഴ്ച നൽകി, അവർക്ക് അഫ്വ് ചെയ്ത് വയസ്സന്മാരെയും കുട്ടികളെയൊക്കെ വിട്ടയച്ചു. അതേപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് നേതാവ് ഉദ്ധരിക്കുന്നുണ്ട്, ബ്രിട്ടീഷ് നേതാവിന് യുദ്ധത്തിൽ പരിക്ക് പറ്റിയ സമയത്ത് ഐസ് വെള്ളവും മരുന്നും കൊടുത്ത് ബ്രിട്ടീഷ് നേതാവിനെ തിരിച്ചയക്കുന്ന ഒരു സംഭവമുണ്ട്. ഫ്രാൻസ് കീഴടക്കിയതിന് ശേഷം ഫ്രാൻസിലെ രാജാവ് എത്രത്തോളം സലാഹുദ്ദീൻ അയ്യൂബി ഭയക്കുന്നു എന്ന് വെച്ചാൽ, ഫ്രാൻസിലെ രാജാവ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ മക്ബറയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, സലാഹുദ്ദീൻ അയ്യൂബെ, ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അത്രത്തോളം ഖബറിലുള്ള സലാഹുദ്ദീൻ അയ്യൂബിയെ പോലും ഫ്രാൻസിലെ രാജാക്കന്മാർ ഭയന്നിരുന്നു. എന്നാൽ അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ എന്നും പോരാടാനുള്ള ശക്തിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടേത്. നാം ചരിത്രം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാൻ നാം ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. An intellectual plunge of melodious art
Esperanza 24 Sadia Dava Fiesta. Announcing the result number of 77 mid-zone English speech. First prize goes to chest number 231 Ubaidullah Anwar Team Philistia A grade 10 point. Chest number 241 Muhammad Waqas Team Qaiseria A grade 8 point second prize.